ഇന്ന് നമ്മൾക്ക് മിനുക്കുട്ടിയും തിളങ്ങുന്ന മുത്തും എന്ന കഥയുടെ ഒരു സംഗ്രഹം നോക്കാം. ഇതൊരു കുട്ടിക്കഥയാണ് കേട്ടോ. കടലിനടിയിലെ മനോഹരമായൊരു ലോകത്ത് നടക്കുന്ന കഥ. സത്യസന്ധതയും നല്ല ശീലങ്ങളും എത്ര പ്രധാനമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മിനു എന്ന സ്വർണ്ണമത്സ്യത്തിനും ചിമ്പു എന്ന ഞണ്ടിനും കളിക്കുന്നതിനിടയിൽ തിളങ്ങുന്നൊരു മുത്ത് കിട്ടുന്നു. അവർക്ക് വേണമെങ്കിൽ അതെടുക്കാമായിരുന്നു, അല്ലേ? പക്ഷേ മിനു തീരുമാനിച്ചു, ഇത് നമ്മുടേതല്ല, ഇതിന്റെ ഉടമസ്ഥന് തിരികെ കൊടുക്കണമെന്ന്. ഇവിടെയാണ് കഥയുടെ ഒരു പ്രധാന പോയിന്റ് വരുന്നത്. രണ്ടാമതായി, ആ മുത്തിന്റെ ഉടമയെ കണ്ടെത്താനുള്ള അവരുടെ ശ്രമം. അതിനുവേണ്ടി അവര് കടലിലെ പ്രായം ചെന്ന ആമയപ്പൂപ്പന്റെ സഹായം തേടി. മുത്ത് ചിപ്പിയമ്മയുടേതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തും വലിയ തിരമാലകളെയൊക്കെ നേരിട്ടുമാണ് അവരത് തിരികെ നൽകാൻ പോകുന്നത്. ഇതവരുടെ നല്ല മനസ്സിനെയും ദൃഢനിശ്ചയത്തെയുമാണ് കാണിക്കുന്നത്. അവസാനമായി സത്യസന്ധതയ്ക്ക് കിട്ടുന്ന പ്രതിഫലം. മുത്ത് നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടിരുന്ന ചിപ്പിയമ്മയ്ക്ക് അത് തിരികെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. അവർ മിനുവിനും ചിമ്പുവിനും സമ്മാനമായി രുചികരമായ പായലുകൾ കൊടുത്തു. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു സന്തോഷം ഒരു നല്ല കാര്യം ചെയ്തല്ലോ എന്നോർത്ത് അവർക്ക് തന്നെ തോന്നി. ചുരുക്കത്തിൽ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: മറ്റൊരാളുടെ സാധനങ്ങൾ തിരികെ നൽകുന്നത് വലിയൊരു കാര്യമാണ്. സത്യസന്ധമായ പ്രവൃത്തികൾക്ക് എപ്പോഴും സന്തോഷം നിറഞ്ഞ പ്രതിഫലം കിട്ടും.